നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായി. ഇതിനിടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമാഭ്യാസം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. ഓപ്പറേഷൻ ആക്രമൺ എന്ന് പേരിട്ടിരിക്കുന്ന വ്യോമാഭ്യാസത്തിൽ റഫാൽ വിമാനങ്ങളും സുബോയ് 30 യുദ്ധവിമാനങ്ങളുമാണ് പങ്കെടുക്കുന്നത്. അംബാല, ഹാഷിമാര എയർബസുകളിൽ നിന്നാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ എത്തിയത്. വ്യോമാഭ്യാസത്തിൽ സേന സങ്കീർണമായ സാഹചര്യത്തിൽ നടത്തുന്ന കരയാക്രമണം, ഇലക്ട്രോണിക് വാർഫെയർ തുടങ്ങിയവയിലെ ശേഷികൾ പരിശോധിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. പർവ്വത പ്രദേശങ്ങളിലും സമുദ്ര പ്രദേശങ്ങളിലും നടത്തുന്ന കരയാക്രമണങ്ങളുടെ വിവിധ രീതികൾ സേന പ്രദർശിപ്പിച്ചു. പരിചയസമ്പന്നരായ വ്യോമസേനാ പരിശീലകരുടെ നേതൃത്വത്തിലാണ് വ്യോമാഭ്യാസം നടത്തുന്നത്. മെറ്റിയോർ, റാംബോജ് ആൻഡ് റോക്സ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും വ്യോമാഭ്യാസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. റഫേൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന മിസൈലുകളാണിവ. ഇപ്പോൾ വ്യോമാഭ്യാസം നടത്തുന്നതിന്റെ കാരണം സേന വ്യക്തമാക്കിയിട്ടില്ല. അതിർത്തിയിൽ സേനാ വിന്യാസം കൂട്ടിക്കൊണ്ടുള്ള പാകിസ്ഥാൻ പ്രകോപനത്തിന് പിന്നാലെയാണ് ഇന്ത്യ യുദ്ധസന്നാഹത്തിന് ഒരുക്കം കൂട്ടുന്നതും. 2019 പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടന്നിയെന്ന് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ബോംബിട്ട് തകർത്തിരുന്നു. മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് അന്ന് വ്യോമസേന ആക്രമണം നടത്തിയത്. അന്നത്തെ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കുന്നത്. റഫാലിന് നിലവിൽ പാക് വ്യോമസേനയ്ക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനു പുറമെ പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങൾ തടയാനും S-400 പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട്. 2019 അപേക്ഷിച്ച് ഇന്ത്യയുടെ ആക്രമണ ശേഷിയും പ്രതിരോധ ശേഷിയും വർദ്ധിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വ്യോമാഭ്യാസം നടക്കുന്നത്. ഭീകരർക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു. രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ഭീകരർക്ക് കഴിയില്ലെന്നും എന്ത് മാർഗമാണോ വേണ്ടത് അതെല്ലാം സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പിന്നാലെ സുരക്ഷാ യോഗം ചേർന്ന പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഷിംല കരാർ റദ്ദാക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഇന്ത്യൻ സേനയെ പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങളുണ്ടായത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നാവികസേനയുടെ ഏറ്റവും വലിയ തദ്ദേശ യുദ്ധക്കപ്പലായ INS സൂറത്തിൽ ഇന്ത്യ ആയുധ പരീക്ഷണം നടത്തിയിരുന്നു. മധ്യദൂര ഉപരിതല വ്യോമ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് സീ സ്കീമിംഗ് മിസൈലുകളെ തകർക്കുന്ന പരീക്ഷണമാണ് വിജയം കൊണ്ടത്. അറബിക്കടലായിരുന്നു പരീക്ഷണ വേദി. തിരിച്ചടിക്ക് സജ്ജമാണെന്ന സന്ദേശം നൽകുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.